ഇപ്പോൾ നമ്മൾ കാണുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്. അതിപ്രകാരമാണ് മതം മാറുകയും പുറമെ കള്ളം പറയുകയും ചെയ്യുന്നത് കഷ്ടവും പാപവുമാണ്. മതം എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായമാണ്. ഈ ലോകത്തിൽ ഒരുപാട് മതങ്ങളുണ്ട്. അതെല്ലാം ഉടലെടുത്തത് പശ്ചിമേഷ്യയിൽ നിന്നാണ്. ഒരപ്പൻ്റെ ഒരമ്മയുടെ മക്കളാണ് പിന്നീട് ലോകത്തിൽ വിവിധ ജാതികളും ഗോത്രങ്ങളുമായിട്ട് മാറിയിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും മതം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് സ്ഥാപിത താല്പര്യങ്ങളുള്ള മതങ്ങൾ ലോകത്തിൽ നിലവിൽ വന്നിട്ടുള്ളത്. ഇതെല്ലാം വന്നിട്ടുള്ളത് ചിലവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ദൈവം ആരോടും മതം തുടങ്ങാനും ജാതി തുടങ്ങാനും ഗോത്രം തുടങ്ങാനും ഒന്നും പറഞ്ഞിട്ടില്ല. മതത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും പറഞ്ഞിട്ടില്ല. ഒരുപാട് ഭാഷക്കാർ ലോകത്തിൽ വന്നപ്പോൾ ഓരോ ഭാഷക്കാർക്കും അവരുടേതായിട്ടുള്ള മതം ലോകത്തിൽ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. ഓരോ ആളുകളും ദൈവത്തെക്കുറിച്ച് ഓരോ വ്യാഖ്യാനങ്ങളാണ് പറയുന്നത്. അതിൽ ഞാൻ പറയുന്നതാണ് ശരി, നീ പറയുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടാൻ മാത്രമേ മതങ്ങൾ സഹായിച്ചിട്ടുള്ളൂ എന്നുള്ളതല്ലാതെ മതങ്ങൾ കാരണം ലോകത്തിൽ സന്തോഷം സമാധാനമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ലോകത്തിലെ രണ്ടാമത്തെ സമ്പദ്ഘടനയായിട്ടുള്ള ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പറയുന്നത് മതം വെറുപ്പ് ഉളവാക്കുന്നു, അതുകൊണ്ട് അവിടെ മതം പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മതം മാറിയതുകൊണ്ട് ഒരു കാര്യമില്ല, ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ അന്തസ്സത്ത. കാരണം ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ദൈവത്തെക്കുറിച്ചാണ് ആധികാരികമായി പറയുന്നത്. അപ്പോൾ ദൈവത്തെ കണ്ടെത്തിയില്ല എന്ന് വരികിൽ ഒരു മതത്തു നിന്ന് മറ്റൊരു മതത്തിലേക്ക് വെറുതെ പരിവർത്തനം ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാരണം ആന്തരികമായിട്ടുള്ള ശുദ്ധി, ആത്മാവിൻ്റെ കൽമഷങ്ങൾ നീക്കുക, വ്യക്തിത്വ വികസനം, ഇതൊക്കെയാണ് ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകമതങ്ങളിനകത്ത് പറഞ്ഞിരിക്കുന്ന പല തത്വങ്ങൾ പല മതഗ്രന്ഥങ്ങളിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തിന് വികസനം വരികയുള്ളൂ, വ്യക്തിത്വത്തിന് മാറ്റം വരികയുള്ളൂ. വ്യക്തിത്വത്തിന് മാറ്റം വന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഊട്ടിയുറപ്പിക്കുമ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാൽ മാത്രമേ സമൂഹത്തിന് വിപ്ലവകരമായിട്ടുള്ള മാറ്റം ഉണ്ടാവുകയുള്ളൂ. കാരണം മതം മാറിയതുകൊണ്ട് മാത്രം ആരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പലവരും മതം മാറി ഏത് മതമാണോ വിട്ടുപോയിരിക്കുന്നത് അതിനെക്കാട്ടും അധപതിച്ച രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. ജീവിതത്തിന് ഒരു മാറ്റവും ഇല്ലാതെ, വ്യക്തിത്വ ജീവിതത്തിന് ഒരു ആന്തരികമായിട്ടുള്ള മാറ്റവും ഇല്ലാതെ, മതത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞ് പുറമോടി ആയിരിക്കുന്ന മതത്തിൻ്റെ തത്വങ്ങൾ മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ കളിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ഈ വാക്ക് വളരെയധികം അനുവർത്തകമാണ് ഈ കാലഘട്ടത്തിൽ.